പെഹൽഗാം ആക്രമണത്തിൽ പങ്കെടുത്ത ഭീകരവാദികളെ പിടികൂടാൻ പാരാ കമാൻഡോകളെ പിർപഞ്ചാൽ മലനിരകളിൽ എയർഡ്രോപ്പ് ചെയ്തു. തെക്കൻ കശ്മീരിലുടനീളം പ്രത്യേക ദൗത്യ സംഘത്തിന്റെ നേതൃത്വത്തിൽ തിരച്ചിൽ ഊർജിതമാണ്. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, എല്ലാ ഭീകരരെയും ജീവനോടെ പിടികൂടുക എന്നുള്ളതാണ് പരമപ്രധാനമായ ലക്ഷ്യം. അതുകൊണ്ടാണ് കാലതാമസം എടുത്തു തന്നെ ഇവർ ഉണ്ട് എന്ന് സംശയിക്കുന്ന എല്ലാ സ്ഥലങ്ങളും വളഞ്ഞു നിൽക്കുന്നത്. എന്തായാലും ഇപ്പോൾ പെഹൽഗാം ആക്രമണത്തിൽ പങ്കെടുത്ത ഭീകരവാദികളെ പിടികൂടാൻ പാരാ കമാൻഡോകളെയാണ് പിർപഞ്ചാൽ മലനിരകളിൽ എയർഡ്രോപ്പ് ചെയ്തിരിക്കുന്നത് എന്നാണല്ലോ അറിയാൻ കഴിയുന്നത്. ഏത് രീതിയിലുള്ള തിരച്ചിലാണ് പുരോഗമിക്കുന്നത്? നന്ദനിലേക്ക് എത്താം. ഭീകരരുള്ള പ്രദേശങ്ങളാകെ വലിയ രീതിയിലുള്ള തിരച്ചിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പെഹൽഗാം ആക്രമണത്തിൽ പങ്കെടുത്ത ഭീകരവാദികളെ പിടികൂടാനായി നിലവിലിപ്പോൾ പാരാ കമാൻഡോകളെ പിർപഞ്ചാൽ മലനിരകളിൽ എയർഡ്രോപ്പ് ചെയ്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. കൃത്യമായ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഭീകരവാദികളെ നമുക്ക് ജീവനോടെ പിടികൂടിയേ മതിയാകുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇവർ എവിടെയൊക്കെയാണ് തമ്പടിച്ചിരിക്കുന്നത്, ആരൊക്കെയാണ് സഹായം ചെയ്തത് എന്നുള്ളത് വ്യക്തമാക്കി സേന മനസ്സിലാക്കിക്കൊണ്ട് ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കുന്നത്. ഒരു ഏരിയ കേന്ദ്രീകരിച്ച്, ഒരു പ്രദേശം കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തി എല്ലാവരെയും വധിക്കാൻ വളരെ എളുപ്പം സാധിക്കുന്ന ഒരു പ്രക്രിയയാണ്. പക്ഷെ അതിലേക്ക് കേന്ദ്രസേന കടക്കാതെ ഓരോരുത്തരെയും ജീവനോടെ പിടികൂടുക, ഇതെങ്ങനെയാണ് ആസൂത്രണം ചെയ്തത്, ആരൊക്കെയാണ് ഇതിന് പിന്നിൽ, പാകിസ്ഥാന്റെ നിലവിലുള്ള പങ്കാളിത്തം, ഇതെല്ലാം തെരഞ്ഞുപിടിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു നീക്കം സേനയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. നന്ദഗോപനിലേക്ക് പോകുന്നു. നന്ദൻ, ഇപ്പോൾ ഏത് രീതിയിലുള്ള തിരച്ചിലാണ് പുരോഗമിക്കുന്നത്? രോഹിണി, ഞാനിപ്പോൾ നിൽക്കുന്നത് പിർപഞ്ച് മലനിരകളിലാണ്. ഇവിടെ ഇന്ന് രാവിലെ പാരാ കമാൻഡോകളെ എയർ ഡ്രോപ്പ് ചെയ്തിരുന്നു. അതായത് കഴിഞ്ഞ ദിവസം സാറ്റലൈറ്റ് ദൃശ്യങ്ങളിൽ ഈ മലനിരകളിൽ ചില അസ്വാഭാവികമായ ചില നീക്കങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ തുടർന്നാണ് പ്രധാനമായും ഈ പാരാ കമാൻഡോകളെ എയർ ഡ്രോപ്പ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. മാത്രമല്ല, രാഷ്ട്രീയ റൈഫിൾസിൻ്റെ പ്രത്യേക സംഘവും ഇവിടേക്ക് സെർച്ചിങ് ഓപ്പറേഷനായി എത്തിയിട്ടുണ്ട്. കാര്യമായ രീതിയിലുള്ള സെർച്ചിങ് നടപടികളാണ് നടക്കുന്നത്. മാത്രമല്ല, ഗ്രാമാന്തരങ്ങൾ കയറി, വീടുകൾ കയറിയുള്ള തിരച്ചിൽ നടപടികൾ തുടരുകയാണ്. പ്രത്യേകിച്ച് ചില ഗ്രാമവാസികൾ ഇതിനോടകം ഇവർക്ക് സഹായം നൽകി എന്നുള്ള വിവരങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇവർക്ക്, ഈ തീവ്രവാദികൾക്ക് വെള്ളവും അതേപോലെ തന്നെ ഭക്ഷണവും നൽകിയ 3 പേരുടെ അറസ്റ്റ് ഇതിനോടകം തന്നെ ദേശീയ അന്വേഷണ ഏജൻസി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ചില ഗ്രാമവാസികൾ ചിലർ ഇവർക്ക് താമസമടക്കം ഒരുക്കി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. അതുകൊണ്ട് തന്നെ കൂടുതൽ പേരെ ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ 53 പേർ കസ്റ്റഡിയിലുണ്ട്. ഇവരെ വിശദമായി ചോദ്യം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്നുള്ളതാണ് NIA വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, ഈ മലനിരകൾക്ക് താഴെ ചില ഗ്രാമങ്ങളുണ്ട്. ആ ഗ്രാമങ്ങളിൽ ഏതെങ്കിലും വീടുകളിൽ ഒരുപക്ഷെ ഇവർ ഒളിച്ചിരിപ്പുണ്ടാകാമെന്നുള്ള ഒരു കരുതലാണ് പ്രധാനമായി ഈ പ്രത്യേക ദൗത്യ സംഘത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മേഖലകളിലൊക്കെ തന്നെ കേന്ദ്രീകരിച്ച് തിരച്ചിൽ നടപടികൾ തുടരുകയാണ്. തെക്കൻ കാശ്മീർ വിട്ട് ഈ ഭീകരവാദികൾ പോയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. അതുകൊണ്ടാണ് ഈ തെക്കൻ കാശ്മീർ കേന്ദ്രീകരിച്ചുള്ള മുഴുവൻ മലനിരകളിലും, പിർപഞ്ച് മലനിരകൾ, അതേപോലെ തന്നെ ഗുൽഗാം മലനിരകൾ അടക്കം, ബാരാമുള്ള അടക്കമുള്ള മേഖലകളിൽ കൃത്യമായ തിരച്ചിൽ നടക്കുന്നത്. ഇപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന മേഖലകളിലും തിരച്ചിൽ തുടരുകയാണ്. അതേസമയം നമുക്ക് ഒരു കാരണവശാലും ദൃശ്യങ്ങളും മറ്റും തിരച്ചിലിൻ്റെ നൽകാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേസമയം തന്നെ ദേശീയ അന്വേഷണ ഏജൻസിയുടെ അന്വേഷണവും ഇതുമായി ബന്ധപ്പെട്ട് പുരോഗമിക്കുകയാണ്. നിലവിൽ 15 പേരുടെ അറസ്റ്റും ഒപ്പം തന്നെ ഇന്നിപ്പോൾ 3 പേരുടെ അറസ്റ്റുമാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അന്വേഷണത്തിൽ കാര്യമായ പുരോഗതി ഉണ്ട് എന്നുള്ളതാണ് ദേശീയ അന്വേഷണ ഏജൻസി വ്യക്തമാക്കുന്നത്. രോഹിണി, ശരി, എസ് നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.